എനിക്ക് ഏകദേശം 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ടെക്സസിൽ ഒരു പഴയ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. ആ ഏരിയയിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും പഴയ വീടായിരുന്നു ഞങ്ങടെ. ആ കാര്യത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ വീട്ടിലെ ആ ഒരു സൂപ്പർ നാച്ചുറൽ പ്രസൻസിന് കാരണം ആ വീടിന്റെ അത്രയും പഴക്കമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വീട് കൃത്യം എന്ന് പണിതതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ചുറ്റുമുള്ള ബാക്കി വീടൊക്കെ 40കളിലും 50കളിലൊക്കെ പണിതതാ. അപ്പൊ എന്റെ വീട് അതിനേക്കാൾ നല്ല പഴക്കം ഉണ്ടായിരിക്കും. ആദ്യം അവിടെ താമസം തുടങ്ങിയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ആകെ അവിടെ 2 ഫാമിലീസ് മാത്രമേ താമസത്തിന് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ മാറി വരുന്ന ടൈപ്പ് വീടൊന്നും അല്ല അത്. സത്യം പറഞ്ഞാൽ അവിടെ അമാനുഷികമായി എന്തേലും ഉള്ളതായിട്ട് ആർക്കും തോന്നിയിട്ടുമില്ല. ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല. പക്ഷേ ആ വീട്ടില് ഒരു സീക്രട്ട് റൂം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ റൂം ഉള്ളതിന്റെ പേരിലാണ് എന്റെ പാരന്റ്സ് ആ വീട് തന്നെ വാങ്ങിയത്. എന്റെ പപ്പ മിലിറ്ററിയിലായിരുന്നിട്ടും ഞങ്ങൾ കുറെ കാലം ആ പഴയ വീട്ടിൽ തന്നെയായിരുന്നു താമസം. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് മാറാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോഴാണ് പപ്പ പറഞ്ഞത് പുതിയ വീട്ടിലെ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു സീക്രട്ട് റൂമിലേക്ക് ഒരു പാസേജ് ഉണ്ടെന്ന്. അത് കേട്ടപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാനും എന്റെ സിസ്റ്ററും ആ റൂമിന് വേണ്ടി തല്ലുകൂടി. അങ്ങനെ തല്ലുകൂടി അവസാനം ആ റൂം എനിക്ക് തന്നെ കിട്ടി. കാരണം മറ്റേ റൂമില് ഫുൾ ഫ്ലവർ വാൾപേപ്പർ ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ റൂം കാണാൻ പോയപ്പോ തന്നെ ഞാൻ വേഗം അലമാരയ്ക്ക് അടുത്തേക്കാണ് ഓടിപ്പോയത് ഈ സീക്രട്ട് ഡോറ് കാണാൻ. ശരിക്കും അതൊരു സീക്രട്ട് ഡോർ ഒന്നും ആയിരുന്നില്ല. ഈ അലമാരയ്ക്കകത്ത് തന്നെ ഈ അലമാര തുറന്നാൽ തന്നെ ആ ഡോർ അവിടെ കാണാം. പക്ഷെ നോർമൽ ആയിട്ടുള്ള ഒരു ഡോറിനെക്കാട്ടും ചെറുതായിരുന്നു. അന്ന് എനിക്ക് 11 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അന്ന് പോലും എനിക്ക് തല കുനിച്ചിട്ട് വേണമായിരുന്നു അതിനകത്തേക്ക് കയറാൻ. ഒരു കുട്ടിക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അത് പണിതിട്ടുണ്ടായിരുന്നത്. മറ്റൊരു കാര്യം, ആ ഡോറിന്റെ ഹാൻഡില് ആ ഡോറിൽ തന്നെ ഫിറ്റ് ചെയ്തേക്കുന്നതല്ലായിരുന്നു. പുറമേന്ന് വെറുതെ ഒരു പിടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു റൂമിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഒരു ആറ്റിക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ക്രോൾ സ്പേസിലേക്കോ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സംഭവം. ഈ ഡോറ് എന്റെ ബെഡ്റൂമിന്റെ സൈഡിൽ നിന്ന് കീ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അകത്തുനിന്ന് തുറക്കാൻ ഹാൻഡിലോ കീ ഹോളോ ഒന്നുമില്ല. വാതിൽ തുറന്ന ചെറിയൊരു ഹാൾവേ ഉണ്ട്. അതിന്റെ അത്രയും തന്നെ ഹൈറ്റ്. ഒരു മുതിർന്ന ആൾക്ക് അതിൽ കൂടെ നടക്കാൻ പറ്റില്ല. കുറച്ചു ദൂരം കഴിഞ്ഞാൽ റൂമിലെത്തും. വീടിന്റെ ഗാരേജിന് മുകളിലായിട്ട് വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഒഴിഞ്ഞ മുറിയായിരുന്നു അത്. എന്റെ അലമാരെ കൂടെ ആ വഴി മാത്രമാണ് അങ്ങോട്ടുള്ള ഒരേ ഒരു എൻട്രി. അവിടെ ജനലുകളൊന്നുമില്ല. സീലിംഗിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന നൂലിൽ വലിച്ച് ഓൺ ചെയ്യാവുന്ന ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഭിത്തിയിലൊക്കെ പുതിയ വാൾപേപ്പർ ഒക്കെ വെച്ച് ഒട്ടിച്ച് വൈറ്റ് കളറിലായിരുന്നു ആ മുറി. പഴയ താമസക്കാരുടെ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അവരത് ഉപയോഗിച്ചിട്ട് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നി. അവര് താമസം തുടങ്ങിയപ്പോഴേ അത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അവിടെ ഫുള്ള് പൊടിയായിരുന്നു. പക്ഷെ ആർക്കറിയാം, വാതിലിന്റെ ലോക്കിന് നല്ല പഴക്കമുണ്ടായിരുന്നു. തുരുമ്പിച്ചത് കൊണ്ടോ അതോ തടി കേടായത് കൊണ്ടോ അത് തിരിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ആ റൂം കണ്ടപ്പോ പപ്പയ്ക്കും അമ്മയ്ക്കും തോന്നിയത് എനിക്കും സിസ്റ്ററിനും കളിക്കാൻ പറ്റിയ ഒരു ടോയ് റൂം ആക്കാമെന്നാ. പക്ഷെ താമസം തുടങ്ങിയപ്പോ അവർക്ക് ചെറിയൊരു പേടി. റൂം ബാക്കി വീടിന്റെ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് ഐസൊലേറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കളിക്കുമ്പോൾ വല്ല അപകടം പറ്റിയ ആരും കേൾക്കില്ല എന്നതായിരുന്നു അവരുടെ പേടി. പക്ഷെ ഞങ്ങൾ അവിടെ ഇരിക്കണമെന്ന് വാശി പിടിച്ചപ്പോ അവർ സമ്മതിച്ചു. പകരം ഒരു കണ്ടീഷൻ വെച്ചു. ഞങ്ങൾ അവിടെ കളിക്കുമ്പോൾ എന്റെ റൂമിലെ മെയിൻ ഡോറും അലമാരയും പിന്നെ സീക്രട്ട് ഡോറും എല്ലാം ഒരേ സമയം തുറന്നിട്ടിരിക്കണമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിന്റെ ബാക്കി ഭാഗത്തൊന്നും പ്രത്യേകിച്ച് വിയേർഡായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഈ സീക്രട്ട് റൂമിലും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായില്ല. പക്ഷെ എന്റെ സിസ്റ്റർ അവിടെ ഇരുന്ന് ഒരു ഇമാജിനറി ഫ്രണ്ടിനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ ഇല്ലാത്തപ്പോ അവൾ ആരോടോ പിച്ചും പേയും പറയുന്നതും വിസ്പർ ചെയ്യുന്നതൊക്കെ എനിക്ക് കേൾക്കായിരുന്നു. ആദ്യം അവൾ അവിടെ ഭയങ്കര സന്തോഷത്തോടെയായിരുന്നു കളിച്ചോണ്ടിരുന്നത്. പക്ഷെ പിന്നെ എപ്പോഴോ അവൾ അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സാഡ് ആയതുപോലെ തോന്നി. എങ്കിലും അന്ന് ഞാൻ അതൊക്കെ വെറും കോയിൻസിഡൻസ് ആണെന്നേ കരുതിയുള്ളൂ. എനിക്ക് തോന്നിയ ഒരേ ഒരു വിയേർഡ് കാര്യം, രാത്രിയിൽ എന്റെ റൂമിന്റെ പുറകിലെ ഭിത്തിയില് എന്തോ മാന്തുന്ന ശബ്ദം കേൾക്കായിരുന്നു. അത് നഖം വെച്ച് മാന്തുന്നത് പോലെയല്ല, അതിലും കുറച്ചും കൂടെ സോഫ്റ്റ് ആയ ശബ്ദമാണ്. ഡോറിൽ നിന്നല്ല, ആ റൂമിന്റെ ഉള്ളിൽ നിന്നാണ് ആ സൗണ്ട് വരുന്നത്. രാത്രിയിൽ ഭയങ്കര സൈലന്റ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നത്. അത്രയും പതുക്കെയുള്ള ശബ്ദമായിരുന്നു അത്. എനിക്കത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ പപ്പയോട് പറഞ്ഞപ്പോ പപ്പ അവിടെയൊക്കെ നോക്കി, വല്ല എലിയോ മറ്റോ ഉണ്ടോന്ന്. പക്ഷെ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് വിട്ടു.
അതെന്നെ അത്ര ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. പുറത്തുള്ള മരത്തിന്റെ ചില്ല ഭിത്തിയിൽ തട്ടുന്നതാവാം എന്നൊക്കെ ഞാൻ കരുതി. എന്റെ സിസ്റ്റർ ആ റൂമിൽ ഒറ്റയ്ക്ക് പോയ ആ ദിവസം വരെ ഞാൻ അത് അത്ര കാര്യമാക്കിയില്ല. ഒരു രാത്രി അവൾക്ക് ഈ ശബ്ദത്തിനെ കുറിച്ച് അറിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. ഞാൻ ആ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു കാണും. പതിവ് പോലെ അന്നും ആ മാന്തുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉറക്കത്തിലേക്ക് വീഴാൻ പോകുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് ആരോ എന്റെ റൂമിൽ വന്ന് അലമാരയുടെ വാതിൽ തുറക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. അതൊരു സ്വപ്നമാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോ എന്റെ റൂമിന്റെ ഡോറും ക്ലോസറ്റിന്റെ ഡോറും തുറന്നു കിടക്കുന്നു. എനിക്ക് ചെറിയ പേടിയൊക്കെ തോന്നി. എങ്കിലും ഞാൻ എഴുന്നേറ്റു. ചിലപ്പോ മമ്മയോ പപ്പയോ ആ ശബ്ദം കേട്ട് നോക്കാൻ വന്നതാവുമെന്ന് ഞാൻ കരുതി. ഞാൻ അലമാരയിലെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ ആ റൂമിനുള്ളിൽ ഭിത്തിയോട് ഫേസ് ചെയ്തിട്ട് ആരോ ഇരിക്കുന്നത് കണ്ടു. കുട്ടിക്കാലം മുതൽ എനിക്ക് അത്യാവശ്യം ധൈര്യമൊക്കെയുള്ള കൂട്ടത്തിലാണ്. പേടിയുണ്ടായിരുന്നെങ്കിലും ഓടി രക്ഷപ്പെടാതെ എന്താണെന്ന് നോക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഹലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സിസ്റ്ററിന്റെ ശബ്ദത്തിൽ അവൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു എന്നാരോ പറയുന്നത് കേട്ടു. ആ ഇരുട്ട് റൂമിന്റെ നടുവിലായിരുന്നു ലൈറ്റ്. അങ്ങോട്ടേക്ക് ആ കുറച്ച് സ്റ്റെപ്പ് നടക്കാൻ തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എങ്കിലും ധൈര്യം സംഭരിച്ച് ഞാൻ ലൈറ്റ് ഇട്ടു. നോക്കിയപ്പോ അതെന്റെ സിസ്റ്റർ തന്നെയാണ്. അവൾ അവിടെ ഇരുന്ന് വാൾപേപ്പറിൽ നഖം കൊണ്ട് മാന്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവളെ തൊട്ടപ്പോ അവൾ കരയായിരുന്നു. ഉടനെ അവളെ അവിടെ നിന്ന് ഞാൻ കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. അന്ന് ഞാൻ പേടിച്ച് വാതിലടച്ച് ഓടിയിരുന്നെങ്കിൽ അപ്പോൾ രാത്രി മുഴുവൻ അവിടെ അകപ്പെട്ടു പോയനെ. അതുകൊണ്ടാണ് അമാനുഷികമായി എന്ത് കണ്ടാലും ഞാൻ ഓടാത്തത്. ഞാൻ വാതിൽ ലോക്ക് ചെയ്ത് അവളെ റൂമിലേക്ക് കൊണ്ടുപോയി ഉറക്കി. അവൾ ഇതിനു മുമ്പ് ഉറക്കത്തിൽ നടന്നിട്ടില്ലെങ്കിലും ഇത് അത്തരത്തിൽ എന്തോ ആണെന്ന് കരുതി ഞാൻ പാരന്റ്സിനെ വിളിച്ചുണർത്താൻ പോയില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് ആ റൂമിൽ പോയത് ഓർമ്മയുണ്ടോന്ന്. അവള് ഭയങ്കരമായി പേടിച്ചുപോയി. നീ ഉറക്കത്തിൽ നടന്നാവും എന്ന് ഞാൻ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷെ അവൾ പറഞ്ഞത് ഒരു പെൺകുട്ടി അവളുടെ പിക്ചേഴ്സ് കാണാൻ വേണ്ടി അവൾ അങ്ങോട്ട് വിളിച്ചു എന്നാ. അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി ആരാണെന്നൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. അതൊക്കെ നിന്റെ തോന്നലാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ആ റൂമിലേക്ക് പോയി. അവള് മാന്തിയ ഭാഗത്ത് വാൾപേപ്പർ ചെറുതായിട്ട് ഇളകിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കുറച്ചും കൂടി വലിച്ചു കീറി നോക്കി. ആ വാൾപേപ്പറിന്റെ അടിയില് ക്രയോൺ കൊണ്ട് വരച്ച കുറെ ചിത്രങ്ങൾ, വീടും പൂച്ചയൊക്കെ അടങ്ങിയ സാധാരണ കുട്ടിക്കാലത്തെ പടങ്ങള്. പക്ഷെ അതിലൊരെണ്ണം ഭയങ്കര വിയേർഡായിരുന്നു. ഒരു പെൺകുട്ടി, പൂച്ച, മമ്മി, പപ്പ എന്നിവരുടെ ഒരു വലിയ ഫാമിലി പോർട്രേറ്റ്. അതിൽ പപ്പയുടെ മുഖം മാത്രമില്ലായിരുന്നു, വെറും ഒരു വട്ടം മാത്രം. സാധാരണ കുട്ടികൾ വരച്ചു തീർക്കാത്തതാകാം എന്നെ ചിന്തിക്കാമെങ്കിലും ആ പടം മാത്രം എന്തോ വല്ലാത്തൊരു രീതിയിലായിരുന്നു. ഞാൻ ഇത് പാരന്റ്സിനോട് പറഞ്ഞപ്പോ വാൾപേപ്പർ കീറിയതിന് അവരെന്നെ നല്ലോണം വഴക്ക് പറഞ്ഞു. സിസ്റ്ററിന് വഴക്ക് കിട്ടാതിരിക്കാൻ തലേ ദിവസം നടന്നതൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. പപ്പ പറഞ്ഞു ഇനി അത് ശരിയാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന്. പണിഷ്മെന്റ് ആയിട്ട് എന്നെ പിന്നെ അവിടെ കളിക്കാൻ അവർ സമ്മതിച്ചില്ല. അപ്പോഴിതൊക്കെ നോർമൽ കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ അന്ന് രാത്രി വീണ്ടും ആ ശബ്ദം തുടങ്ങിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതാരോ ക്രയോൺ കൊണ്ട് ഭിത്തിയിൽ വരയ്ക്കുന്ന ശബ്ദമായിരുന്നു. എന്റെ സിസ്റ്റർ പറഞ്ഞ ആ പെൺകുട്ടി അവിടെ ഇരുന്ന് ഭിത്തിയിൽ പടം വരയ്ക്കുകയാണെന്ന് എനിക്ക് തോന്നി. സത്യത്തിൽ അവിടെ ആരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയതോടെ കാര്യങ്ങളൊക്കെ മാറി. എനിക്ക് 14-15 വയസ്സുള്ളപ്പോഴായിരുന്നു ഇത്. പിന്നീട് അങ്ങോട്ട് 18 വയസ്സ് വരെ ഞാൻ അവിടെ താമസിച്ചു. വളരെ സാവധാനത്തിലാണ് മാറ്റങ്ങളൊക്കെ വന്നത്. ആ പടം വരയ്ക്കുന്ന ശബ്ദം കൂടി വന്നു. പിന്നെ പിന്നെ പകൽ സമയത്തും അത് കേട്ടു തുടങ്ങി. ഇടയ്ക്ക് ആരും ഓടി നടക്കുന്നത് പോലെ ചെറിയ കാലച്ചോളും കേട്ടു. ഇത് കേൾക്കുന്തോറും എനിക്ക് വല്ലാതെ ദേഷ്യം വരാൻ തുടങ്ങി, പ്രത്യേകിച്ച് ഉറങ്ങാൻ നോക്കുമ്പോൾ. എങ്കിലും ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തു. ആ പെൺകുട്ടി പാവമാണ്, അവൾക്ക് കളിക്കണമെന്ന് തോന്നുന്നുണ്ടാവും എന്ന് കരുതി ഞാൻ സമാധാനിച്ചു. എനിക്ക് 16 വയസ്സായപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, നീ ഈ ശബ്ദമൊക്കെ കേൾക്കാറുണ്ടോന്ന്. അവൾ ആ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഇപ്പോ അത് വളരെ പതുക്കെ കേൾക്കുന്നുള്ളൂ എന്ന് അവൾ പറഞ്ഞു. ഞാനും ഇത് കേൾക്കുന്നത് കൊണ്ട് എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ഇത് ഭയങ്കര ശല്യാണല്ലേ എന്ന് ഞാൻ പറഞ്ഞപ്പോ അവൾ എന്നെ ഒരുമാതിരി വിഷമത്തോടെ നോക്കി. ആ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അവൾക്ക് വലിയ സങ്കടമാണ് തോന്നാറുള്ളത് എന്ന് അവൾ പറഞ്ഞു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി കാലം കൂടി ഈ വീട്ടിൽ സമാധാനമായി കഴിയണമെങ്കിൽ ഇതറിഞ്ഞേ പറ്റൂ എന്ന് ഞാൻ നിർബന്ധിച്ചു. അന്ന് ആ റൂമിൽ വെച്ച് അവൾ സംസാരിച്ച ആ പെൺകുട്ടി തന്നെയായിരുന്നു ഇതെന്ന് അവൾ പറഞ്ഞു. പേരറിയില്ലെങ്കിലും അവർ ഒരുമിച്ച് കളിക്കാറുണ്ടായിരുന്നു. ആദ്യം അവളുടെ അതേ പ്രായമുള്ള ഒരു സാധാരണ പെൺകുട്ടി പോലെയായിരുന്നു അവൾ. എന്നാൽ എന്റെ സിസ്റ്റർ വളരുന്നതിനനുസരിച്ച്
ഈ പെൺകുട്ടിയും വളരാൻ തുടങ്ങി. പക്ഷെ അതൊരു നോർമൽ വളർച്ചയല്ലായിരുന്നു. കണ്ടാൽ അവൾ ജീവനോടെ ഇരിക്കേണ്ട ഒരാളല്ല എന്ന് തോന്നിപ്പിക്കും വിധം വല്ലാത്തൊരു രൂപമായി മാറിയത്. സിസ്റ്റർക്ക് അവളെ കാണുന്നത് തന്നെ വെറുപ്പായി. ആ പെൺകുട്ടി അന്ന് ഇട്ടിരുന്ന അതേ ഡ്രസ്സ് തന്നെയായിരുന്നു ഇപ്പോഴിട്ടിരുന്നത്. വളർന്നപ്പോ ആ ഡ്രസ്സ് അവൾക്ക് പാകമില്ലാതായിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി എന്തിനാണ് ആ റൂമിൽ പോയി പടങ്ങൾ തിരിഞ്ഞതെന്ന് ചോദിച്ചപ്പോ പോകാനൊട്ടും താല്പര്യം ഇല്ലായിരുന്നിട്ടും ആ പെൺകുട്ടിയുടെ സങ്കടം കണ്ട് നിൽക്കാൻ വയ്യാതെ സഹായിക്കാൻ പോയതാണെന്ന് അവള് പറഞ്ഞു. പിന്നീട് ഓരോ രാത്രിയും കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. ആ വരയ്ക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങും. ഉറക്കം കളയുന്നത് കൊണ്ട് എനിക്ക് വല്ലാത്ത ദേഷ്യം വരും. അതേസമയം തന്നെ ഉള്ളിലുള്ളത് ജീവനുള്ള ഒന്നല്ല എന്നോർക്കുമ്പോൾ ചെറിയൊരു പേടിയും തോന്നും. എന്റെ സിസ്റ്റർക്ക് ഇതിലൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്കായിരുന്നു സഹിക്കാൻ പറ്റാത്തത്. ഞാൻ പപ്പയോട് ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്നവരെ കുറിച്ച് തിരക്കി. 2 ആൺമക്കളുള്ള ഒരു ഫാമിലി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർ ആ റൂം ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോ അതിനു മുമ്പത്തെ ആളുകളെ കുറിച്ച് ചോദിച്ചപ്പോ ആ വീട് പണിയിച്ച ഒറിജിനൽ ഉടമസ്ഥർക്ക് 11 വയസ്സിൽ മരിച്ചുപോയ ഒരു മകളുണ്ടായിരുന്നു എന്നറിഞ്ഞു. അതൊരു ആക്സിഡന്റ് ആയിരുന്നു, അല്ലാതെ ക്രൂരതകളൊന്നും നടന്നതായി ആർക്കും അറിയില്ല. ആ റൂമിൽ വെച്ചാണ് അവൾ മരിച്ചതെന്ന് ചോദിച്ചപ്പോ പപ്പ പറഞ്ഞു അങ്ങനെ ആവാൻ വഴിയില്ലെന്ന്. എങ്കിലും അവിടെയുള്ളത് ആ പെൺകുട്ടി തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കഴിഞ്ഞ വർഷമാണ് കാര്യങ്ങൾ ഏറ്റവും മോശമായത്. ആ റൂമിൽ എപ്പോഴും പടം വരയ്ക്കുന്ന ശബ്ദവും ചാടി നടക്കുന്ന ശബ്ദങ്ങളും കേൾക്കാം. കാലച്ചുകൾക്ക് ഇപ്പോൾ നല്ല കനമുണ്ട്. ശബ്ദം കൂടുമ്പോൾ ഞാൻ ആ വാതിലിൽ പോയി ബലമായി അടിക്കും. അപ്പോൾ അവൾ നിർത്തും. പക്ഷെ ഉടനെ തന്നെ ഉള്ളിൽ നിന്ന് ആരോ തേങ്ങി കരയുന്ന ശബ്ദം കേൾക്കും. ചിലപ്പോൾ ഞാൻ ദേഷ്യം കൊണ്ട് ഒന്ന് നിർത്തോ എന്ന് അലറാറുണ്ടായിരുന്നു. 6 വർഷമായി ഇത് സഹിക്കല്ലേ, ഇതൊന്ന് അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ കുറെ ഗോസ്റ്റ് സ്റ്റോറികളൊക്കെ വായിക്കാറുള്ളതുകൊണ്ട് പേടിച്ചോടുന്നതിനേക്കാൾ നല്ലത് എന്താണെന്ന് നേരിട്ട് കാണുന്നതാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് 18 വയസ്സ് തികയുന്നതിന് കുറച്ചു മുമ്പ് പാരൻസ് ഒരു വീക്കെൻഡിൽ പുറത്തുപോയി. ആ സമയം നോക്കി പണ്ട് വാൾപേപ്പർ കീറിയപ്പോ അവരെന്റെ നിന്ന് വാങ്ങിച്ചു വെച്ച ആ സീക്രട്ട് റൂമിന്റെ കീ ഞാൻ എടുത്തു. അന്ന് രാത്രി ഉറങ്ങാതെ അവളെ കാണാൻ ഞാൻ കാത്തിരുന്നു. പക്ഷെ കുറെ നേരമായിട്ടും ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഏകദേശം രാത്രി 1 മണിയായപ്പോ ആരോ ചാടുന്നതോ വീഴുന്നതോ പോലുള്ള ഒരു വലിയ ശബ്ദം കേട്ടാണ് ഞാൻ എണീറ്റത്. പിന്നാലെ കാലൊച്ചകളും ആ വരയ്ക്കുന്ന ശബ്ദവും കേട്ടു. പേടിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയത് ദേഷ്യമാണ്. എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചതിലുള്ള ദേഷ്യം. ഞാൻ കീ എടുത്ത് നേരെ ആ വാതിലിനടുത്തെത്തി. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഞാൻ വാതിൽ തുറക്കാൻ തുടങ്ങി. അപ്പോ ഉള്ളിലെ ശബ്ദം നിലച്ചു. പകരം ആരോ വിതുമ്പുന്നത് പോലെ തോന്നി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ വാതിൽ മലർക്കെ തുറന്നു. എന്റെ റൂമിലെ ലൈറ്റ് ആ റൂമിനുള്ളിലേക്ക് അടിച്ചു. പണ്ട് എന്റെ സിസ്റ്ററെ കണ്ടതുപോലെ ഒരു രൂപം അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ നിമിഷം എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. ഭയങ്കര ദേഷ്യവും ഒപ്പം പേടിയും. പക്ഷെ ഇത് തീർക്കണമെന്ന് ഉറച്ച തീരുമാനമുള്ളതുകൊണ്ട് ഞാൻ കാമായി. ഞാൻ ആ റൂമിലേക്ക് കയറി. ആ രൂപം റൂമിന്റെ ഒരു മൂലയിൽ നിൽക്കുമായിരുന്നു. ഞാൻ അതിന്റെ തൊട്ടടുത്ത് പോയി നിന്നു. ഞാൻ ലൈറ്റ് ഇട്ടപ്പോൾ കണ്ട കാഴ്ച എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒന്നായിരുന്നു അത്. സിനിമയിൽ കാണുന്ന പ്രേതങ്ങൾ പോലും ആ പെൺകുട്ടിയുടെ അബ്നോർമലായ രൂപത്തിന് മുന്നിൽ ഒന്നുമല്ലായിരുന്നു. എന്റെ സിസ്റ്റർ എന്തുകൊണ്ടാണ് അവളെ അങ്ങനെ വിവരിച്ചതെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അവളുടെ ശരീരം ഒരു സാധാരണ പെൺകുട്ടിയുടേതിനേക്കാൾ ഉയരമുള്ളതായിരുന്നു. കൈകാലുകൾ അസ്ഥിപഞ്ചം പോലെ മെലിഞ്ഞ് നീണ്ട് വികൃതമായിരുന്നു. പ്രായത്തിനനുസരിച്ചല്ലാത്ത ശരീരം വല്ലാതെ വലിഞ്ഞതുപോലെ തോന്നി. അവൾ ഇട്ടിരുന്ന ചെറിയ ഡ്രസ്സ് അവളുടെ ശരീരത്തിൽ വല്ലാതെ മുറുകിയിരുന്നു. അവളുടെ തല വളരുന്നതിനനുസരിച്ച് മുഖം വളരാത്തതുപോലെ തോന്നി. സ്കിന്നൊക്കെ വല്ലാതെ വലിഞ്ഞു മുറുകി. കണ്ണുകൾ തലയോട്ടിനുള്ളിലേക്ക് കുഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ചുണ്ടുകൾ വലിഞ്ഞു മാറിയതുകൊണ്ട് ചെറിയ കുട്ടികളുടേതുപോലെയുള്ള പല്ലുകൾ പുറത്തേക്ക് കാണായിരുന്നു. അരക്കെട്ട് വരെ നീളമുള്ള മുടിയായിരുന്നു അവൾക്ക്. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം ഞാൻ കണ്ടു തീർത്തു. ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കിയ ആ നിമിഷം അവൾ ഒരു കരച്ചിലോ മൂളലോ കലർന്ന ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. സാധാരണ പ്രേതകഥകളിൽ പറയുന്നത് പോലെ വലിയ നിലവിളിയൊന്നും ആയിരുന്നില്ല അത്.
വളരെ മൃദുവായ, എന്നാൽ അവൾക്ക് വലിയ വേദനയുള്ളത് പോലെയുള്ള ഒരു ശബ്ദമായിരുന്നു. അവളുടെ മുഖം അത്രയും വികൃതമായതുകൊണ്ട് അതിലെ എക്സ്പ്രഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ ശബ്ദം കേട്ടതും എന്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യമൊക്കെ പോയി. പകരം നല്ല പേടി വന്നു. ഞാൻ അവിടുന്ന് എന്റെ ജീവനും കൊണ്ട് ഓടി. ഒരു വീഡിയോ ക്യാമറ എടുക്കാൻ വേണ്ടി പോയതാണെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചോടുകയായിരുന്നു. കാര്യങ്ങൾ അന്വേഷിക്കാതെ ഓടുന്നവരെ ഞാൻ എപ്പോഴും കുറ്റം പറയാറുണ്ട്. പക്ഷേ ഞാൻ അന്ന് അത്രയ്ക്കും ടെറിഫൈഡ് ആയിപ്പോയി. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ഞാൻ കാർ എടുത്ത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി മുഴുവൻ ഞാൻ പേടിച്ച് വിറയ്ക്കായിരുന്നു. ഞായറാഴ്ച പാരന്റ്സ് തിരിച്ചു വരുന്നത് വരെ ഞാൻ വീട്ടിലേക്ക് പോയില്ല. അവര് വന്നപ്പോ അലമാരയുടെ ഡോറ് തുറന്നു കിടക്കുന്നതും കീ എടുത്തേക്കുന്നത് കണ്ടിട്ടും അവരെന്നോട് ചോദിച്ചു. എന്റെ പഴയ കളിപ്പാട്ടങ്ങൾ വല്ലതും ഇബേയിലിട്ട് വിൽക്കാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടി പോയതാണെന്ന് ഞാൻ കള്ളം പറഞ്ഞു. അവസാനമായി ഒരിക്കൽ കൂടി ഞാൻ ആ റൂമിലേക്ക് നോക്കിയിട്ട് ഞാൻ അത് ലോക്ക് ചെയ്തു. അതിനുശേഷം അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തിനാണ് അത് പെട്ടെന്ന് നിന്നത് എന്ന് എനിക്കറിയില്ല. ചിലപ്പോ ദ റിംഗ് സിനിമയിലെ പോലെ അവളെ ഞാൻ പുറത്തേക്ക് വിട്ടതുകൊണ്ടായിരിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ട്. അല്ലെങ്കിൽ അവള് വല്ല ഈവിൾ ആയിരിക്കുമോ എന്നും എനിക്ക് പേടിയുണ്ട്. പക്ഷെ എന്നാലും അവൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ എനിക്ക് സഹായം ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു. സത്യം പറഞ്ഞാ ഇപ്പൊ എനിക്ക് അതില് വലിയ താല്പര്യമില്ല. ഞാൻ കോളേജിൽ പോയതിനു ശേഷം എന്റെ പാരന്റ്സ് ആ വീട് മാറി. ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ എനിക്ക് ഉദ്ദേശമില്ല. എന്റെ തിയറി എന്താന്ന് വെച്ചാൽ അവളുടെ ഫാമിലിയിലെ ഒരു പുരുഷൻ, അവളുടെ പപ്പ, അവളോട് ഭയങ്കര ക്രൂരത കാണിച്ചിട്ടുണ്ടാവണം. അവൾ അവിടെ ഇരുന്ന് കളിക്കുന്നത് ചിലപ്പോ അയാൾക്ക് ഇഷ്ടമായിരുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവള് വരച്ച പടത്തില് അവളുടെ പപ്പയുടെ മുഖം ഇല്ലാണ്ടിരുന്നത്. അതേസമയം അവളുടെ വീട്ടിലെ ഒരു സ്ത്രീക്ക് അവളുടെ അടുത്ത് സ്നേഹവും സങ്കടവും ഒക്കെ തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവൾക്ക് എന്റെ സിസ്റ്ററിനോട് ആദ്യം അടുപ്പമൊക്കെ തോന്നിയത്. ഇതൊക്കെ വെറും ഊഹങ്ങൾ മാത്രമാണ്. എങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോ ഇതിലെന്തൊക്കെയോ ലോജിക് ഉണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം കഴിഞ്ഞ വർഷം നടന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഞാൻ ഓരോ കാര്യവും മറന്നു പോകുന്നത് പോലെ തോന്നുന്നു.